ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് അടുക്കളയിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കുമ്പളങ്ങ നിന്നിരുന്ന്, ഒരു കുമ്പളങ്ങ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ വെയിലുണ്ട്, ഇനിയും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവച്ചുമ്പോൾ ചെറിയൊരു കേടുണ്ടായിരുന്നു. പിന്നെ താള് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് 2 താളും കൂടി മുറിച്ചു കിട്ടാ. അതും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചു അടുക്കളയിൽ. എന്നിട്ട് പിന്നെ ഓടി പോയിട്ട് ആടിനെ വിട്ട് വെള്ളമൊക്കെ കാട്ടി ഇലയൊക്കെ കെട്ടി കൊടുത്ത്. എൻ്റെ ഒപ്പം പൂച്ചയും കോഴിയൊക്കെ ഉണ്ടാവും എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ വന്ന് താള് നന്നായി ചെറുതാക്കി നുറുക്കി. കപ്പ ഉണ്ടായിരുന്നു, കപ്പയും ചെറുതാക്കി നുറുക്കി. രണ്ടും കൂടി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പച്ചമുളകും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും വേപ്പിലയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിൽ അടിക്കുന്ന നേരം വേവിക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ കൂടിയിട്ട് അരയ്ക്കുക. അത് അരച്ചിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിലയും കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ കുക്കറിൽ വേവിച്ച് വെച്ച സംഭവമൊക്കെ കൂടി ചെരിയുക. എന്നിട്ട് അത് നന്നായി ഒന്ന് വറ്റിക്കണം. ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുക. അതും നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നിട്ട് എല്ലാതും കൂടി ഒരു വേവിച്ചെടുക്കുക. ഇത് ചായക്കും രസമാണ്, കഞ്ഞിക്ക് രസമാണ്. ചോറിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറിലേക്ക് അതിൻ്റെ മുന്നേ ചായക്ക് കുറച്ചെടുത്ത്, പിന്നെ ചോറിലേക്ക് കുറച്ചേ എടുത്തുള്ളൂ. ചൂടക്കറിയും ചൂട വറുത്തതും നാരങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചേ എടുത്തുള്ളൂ. അതിന് മുന്നേ ഒരു 12 മണിയാകുമ്പോൾ ചായ അത് കൂട്ടി കുടിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ.